ക്യാമ്പുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പലയിടങ്ങളിൽ നിന്നായി രക്ഷപ്പെടുത്തിയെടുത്ത ആൾക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ 8300-ലധികം ആൾക്കാരുണ്ട് എന്നാണ് ആകെയുള്ള കണക്കുകൾ നമുക്ക് ലഭിക്കുന്നത് പ്രകാരം. അതിൽ കൂടുതൽ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 8300-ന് മുകളിൽ ആളുകൾ ക്യാമ്പുകളിലുണ്ട് എന്നാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഈ ക്യാമ്പുകളിലേക്ക് രക്ഷപ്പെട്ടെത്തിയ പലർക്കും അവരുടെ ബന്ധുക്കൾ എവിടെയാണുള്ളത്, ഏതെങ്കിലും ക്യാമ്പുകളിലുണ്ടോ, അല്ലെങ്കിൽ അവർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണോ, അവർക്ക് എന്ത് പറ്റി എന്നൊക്കെയുള്ള സംശയങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ 3 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വേദന അവിടെയും കൂടുന്നുണ്ട്. അങ്ങനെ ക്യാമ്പുകളിൽ കഴിയുന്ന ആൾക്കാർ എല്ലാവർക്കും ആവശ്യം ഇനി മുന്നോട്ടുള്ള ജീവിതം അത് എങ്ങനെയെന്ന് ഒരു ചിന്തയാണ്, ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വവും കടമയുമാണ്. ആ രീതിയിൽ നമുക്കിത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മുൻ വർഷങ്ങളിൽ ചെയ്തതുപോലെ. സുഹൈൽ, അതിജീവിച്ചവരുടെ പ്രിയപ്പെട്ടവരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ദുരന്ത നിവാരണ സേനയുടെ, രക്ഷാദൗത്യ സേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. ഇപ്പോൾ ഈ സാധ്യതകളേക്കാൾ ഏറെ വെല്ലുവിളികളുള്ള ഒരു രക്ഷാദൗത്യം. ഇപ്പോൾ കാലാവസ്ഥ വെല്ലുവിളിയാകുന്നു. ഈ ബെയിലി പാലത്തിൻ്റെ പണി അത് ഇത്തരത്തിൽ വൈകുന്നത് കാലാവസ്ഥ കാരണമാണ്. അത് പ്രതിസന്ധിയാകുന്നു. അങ്ങനെ പ്രതിസന്ധികളും വെല്ലുവിളികളും ഏറെയുള്ള ഒരു രക്ഷാദൗത്യത്തിലേക്ക് അതിൻ്റെ പരമാവധി സാധ്യതകളെ തേടി എന്തൊക്കെ അവിടെ എത്തിക്കാനാകും, പരമാവധി ഇത്ര വേഗത്തിൽ ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സാധ്യതകൾ തേടി അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലായിരിക്കും സൈന്യവും ഒപ്പം രക്ഷാപ്രവർത്തകരും ഉണ്ടാകും. നമ്മൾ ഈ ടെറൈൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ പുഞ്ചിരിവട്ടം എന്നുള്ളതാണ് നമ്മൾ ഈ ഇരുവഞ്ഞിപ്പുഴയുടെ ഒരു സോഴ്സ്. അത് അവിടെ നിന്നാണ് ഈ പുഴ തുടങ്ങുന്നത്. പിന്നീട് മുണ്ടക്കൈ, അത് കഴിഞ്ഞ് വെള്ളിയാർമല, പിന്നീട് അങ്ങനെ പോയി അത് പോത്തുങ്കൽ ഈ ചാലിയാറിലേക്ക് പോയി, പിന്നെ പോത്തുങ്കൽ നിലമ്പൂർ ഭാഗത്തോട് ഒഴുകി പോവുകയാണ്. ഇപ്പോൾ ഇന്ന് 21 മൃതദേഹങ്ങളാണ് ഈ നിലമ്പൂർ ഭാഗത്ത് നമുക്ക് കണ്ടെത്താനായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായി പറയേണ്ട കാര്യം, അന്ന് അത്രത്തോളം ശക്തമായ സംഹാരതാണ്ഡവമായ ജലപ്രവാഹത്തിൽ ഒരു റിവർ ഡിസ്റ്റൻസ് 30-38 കിലോമീറ്ററോളം മൃതശരീരങ്ങൾ ഒഴുകിപ്പോയി. ഇന്ന് അല്പം നീരൊഴുക്കി കുറഞ്ഞപ്പോൾ അതിന് പിന്നോട്ട്, അതായത് പോത്തുകലിന് പിന്നോട്ടുള്ള ഇടങ്ങളിൽ കൃത്യമായി പറയുകയാണെങ്കിൽ കോഴിക്കോടുള്ള മണ്ണന്തല, ഈ മലപ്പുറം വയനാട് അതിർത്തിയായ കുമ്പളപ്പാറ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ മൃതദേഹങ്ങൾ കിട്ടിത്തുടങ്ങി. അതായത് ഇതിൻ്റെ പിന്നോട്ടുള്ള ഭാഗങ്ങൾ മൃതദേഹങ്ങൾ അടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം വനമേഖലയാണ്. ഈ സൂചിപ്പാറ എന്ന മേഖല, അതിനടുത്ത് 4 കിലോമീറ്റർ ദൂരത്ത് നിന്ന് മൃതദേഹം കിട്ടിയിട്ടുണ്ട്. അതൊരു വനമേഖലയാണ്. അവിടെ ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിച്ച് ചുമന്നുകൊണ്ടാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നാളെ സൈന്യം ഇത്തരത്തിൽ മുണ്ടക്കൈ മേഖലയിൽ പരിശോധന നടത്തുമ്പോൾ രക്ഷാദൗത്യ സേനയും ഈ ചാലിയാറിന്റെ കരകളിൽ സമാനമായ രീതിയിൽ ഒരു പരിശോധന നടത്തും. നമ്മളിപ്പോൾ പറയുന്നത് പോലെ 285 മുകളിലേക്ക് മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ ആഗ്രഹിക്കുമ്പോഴും ഇത്തരത്തിൽ അവിടെ ഇവിടെയായി ചാലിയാറിന് തീരത്തൊക്കെ മൃതദേഹം അടിയിൽ നമ്മൾ അങ്ങേയറ്റം വിഷമത്തിലാക്കുന്നു, പ്രതിസന്ധിയിലാക്കുന്നു. ഈ പ്രജിൻ പറഞ്ഞതുപോലെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന 8000-ലധികം പ്രിയപ്പെട്ടവരുണ്ട്. അവരിൽ പലരും സർവ്വവും നഷ്ടപ്പെട്ടവരാണ്. പക്ഷേ ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയോ അതിജീവിച്ചതിൻ്റെ ആശ്വാസമോ അവരിലില്ല. അതിനപ്പുറത്തേക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ കാണുന്നില്ല എന്നതിൻ്റെ ഒരൊറ്റ നിരാശ മാത്രമാണ് അവരുടെ മുഖങ്ങളിലുള്ളത്. ആ പ്രിയപ്പെട്ടവർ മുണ്ടക്കൈയുടെയും ചൂരൽമലയുടെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് ഒരു സഹായസ്ഥം തേടിക്കൊണ്ട് അവിടെ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ. ആ പ്രതീക്ഷകൾ മാത്രമാണ് അവർക്ക് നല്ല സ്വപ്നങ്ങൾ കാണാൻ, അത്തരത്തിലുള്ള ആശ്വാസത്തിൻ്റെ അല്പമെങ്കിലും ഒരു ആശ്വാസത്തിൻ്റെ നിമിഷങ്ങൾ അവർക്ക് പകർന്നു നൽകാൻ അവരുടെ മുന്നിലുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ഥലം പറഞ്ഞു വരികയാണെങ്കിൽ, മുണ്ടക്കൈയിലേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ചെറിയ രീതിയിൽ JCB ഹിറ്റാച്ചിയും അടക്കം ഉപയോഗിച്ച് കയറി ഈ ഉരുൾപൊട്ടി എന്ന് പറഞ്ഞ പുഞ്ചിരിവട്ടം വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അല്പമൊക്കെ വീടുകളൊക്കെ നമ്മൾ ഇന്ന് ദൃശ്യങ്ങൾ കണ്ടതാണ്. വീടുകളുടെ ടെറസുകൾ മാത്രമാണ് ദൃശ്യമാകുന്നത്. ഈ ടെറസുകൾ പൊളിച്ചപ്പോഴാണ് ഒരു 3-അംഗ കുടുംബം കസാരയിൽ ചേർന്നിരുന്ന് മരണപ്പെട്ടിരുന്ന വാർത്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്ത നമ്മൾ കേട്ടത്. അതായത് മരണത്തെ മുഖാമുഖം കണ്ട് ചേർന്ന് നിന്നവരായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ എങ്ങും നടുങ്ങുന്ന കാഴ്ചകളാണ് കാണാനാകുന്നത്. ഈ രക്ഷാദൗത്യത്തിന് നിർണായക ദിനമായ നാളത്തേക്ക് പോകുമ്പോൾ ഈ മേഖലയിലടക്കം ഇപ്പോൾ ദൃശ്യമായി, ഇപ്പോൾ ഈ ടെറസൊക്കെ ദൃശ്യമായിടത്താണ് മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ചുറ്റിക കൊണ്ടൊക്കെ ഇപ്പോൾ ടെറസൊക്കെ തകർത്തുകൊണ്ട് താഴെ നിന്ന് മൃതദേഹങ്ങളടക്കം എടുത്തത്. ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകൾ, നാളത്തെ മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങുകളുടെ മുകൾ നില പോലും കാണാത്ത രീതിയിൽ ആഴത്തിൽ മണ്ണ് പൊങ്ങിയിടങ്ങളിൽ ഈ മണ്ണുകൾ വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റി ആഴത്തുള്ളൊരു പരിശോധനയാണ് നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഐ ബാൻഡ്, ഇപ്പോൾ നമ്മൾ ഈ ശിരൂരിലൊക്കെ ഉപയോഗിച്ച അത്യാധുനിക മെഷീനറികളടക്കം എത്തിക്കാനാകുമോ എന്ന സാധ്യതകളൊക്കെ തേടിയിട്ടുണ്ട്. അത്തരത്തിൽ പരമാവധി വേഗത്തിൽ ഈ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ മുമ്പിലേക്ക് ഏറ്റവും നല്ല വാർത്തകൾ എത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയായിരിക്കും രക്ഷാദൗത്യ സേന. പ്രജിൻ.